ഹായ് ഹലോ മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കുറേ നാളുകളായി പൈൽ റീഡിങ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മളൊരു 3 പൈൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ 3 ചിത്രങ്ങളുണ്ട് ഇതിൽ. ആ ചിത്രത്തിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ റീഡിങ് കേൾക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ പറയുന്നതൊന്നും ഫോഴ്സ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളൊരു പേഴ്സണൽ എനർജി അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട്. ഇന്ന് 21-ാം തീയതി തുടങ്ങി 31-ാം തീയതി വരെ 10 ദിവസം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട്, ഡെയിലി ഓരോ വീഡിയോ, ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം എന്നെ പേഴ്സണൽ റീഡിങ്ങിന് വിളിക്കുന്ന 5 പേർക്ക് 555 രൂപയ്ക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം, ഏത് വിഷയത്തിന് വേണമെങ്കിലും ചോദിക്കാം. ആദ്യം വിളിക്കുന്ന 5 പേർക്ക്, 5 പേര് വിളിച്ചാൽ മാത്രം പോരാ, പണം അടച്ചിട്ട് 555 രൂപ പണം അടച്ചിട്ട് അത് ബുക്കും ചെയ്യണം. മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നിങ്ങളുടെയും എൻ്റെയും ഓക്കെ ആയിട്ടുള്ള ഒരു ടൈം. ഓക്കെ, എന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് ലഭിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് നമ്മൾ നോർമൽ വാങ്ങുന്ന അതേ റേറ്റ് തന്നെയായിരിക്കും. പിന്നെ സിംഗിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് 333 രൂപയ്ക്കാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഇന്ന് മുതൽ 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഞാൻ എല്ലാ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന 5 പേർക്ക്, ആദ്യം എന്നെ ആ പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുന്ന 5 പേർക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ പറയുന്ന ഒന്നും ഫോഴ്സ് ചെയ്യരുത്. നിങ്ങളുടെ റീഡിങ് എടുക്കുമ്പോൾ മാത്രമേ അറിയൂ എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയാണ്. പിന്നെ ഇതുപോലെ തന്നെ അതിൽ കുറച്ച് നമ്മൾ പണ്ട് ചെയ്തിരുന്നപ്പോൾ ആ വ്യക്തിക്ക്, നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് പോലെ നമ്മൾ മെസ്സേജ്, ക്ലൂ, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അത് വീണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള 10 ദിവസത്തെ വീഡിയോസിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് പൈലുകൾ സെലക്ട് ചെയ്യാം. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആവാം, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാതിരിക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ടോപ്പിക്ക് ഇതാണ്: ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ച് കാർഡ് എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക. അവരുടെ പേരൊരു 3 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞ് അവരുടെ എനർജി കൊണ്ടുവരിക. അതിനുശേഷം വീഡിയോ കാണാം. ഒരു പൈൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ പൈലിൻ്റെ റീഡിങ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക്, നിങ്ങൾ ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് ടൈംലെസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, ഇതെപ്പോഴാണ് നിങ്ങൾ കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ, പ്ലേലിസ്റ്റിലോ വീഡിയോസിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണാം. നമ്മൾ ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിലെ ഓരോ ടോപ്പിക്ക് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൽ ഓരോ പൈലും സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഈ ആദ്യത്തെ പൈല് തിരഞ്ഞെടുത്തവർ, ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിലായിരിക്കാം ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിന് കാരണം ട്രസ്റ്റ് ഇഷ്യൂ, ഈഗോ, ഫാമിലി, ഏജ് ഡിഫറൻസ്, കാസ്റ്റ്, അങ്ങനെ പല കാരണങ്ങളാവാം. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആവാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ സാഹചര്യം ആവാം, വേണമെങ്കിൽ വ്യക്തികളാകാം, ആരും ആവാം. ഓക്കെ, സമൂഹത്തിലെ ഉയർച്ച താഴ്ചകൾ, അങ്ങനെ അത്തരത്തിലുള്ള എന്ത് തരത്തിലും നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് മാത്രം നോക്കാം. ഈ സമയത്ത് ആ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടമുണ്ട്. അവരൊരു പങ്കാളിത്തത്തിലേക്ക്, ഒരു യൂണിയനിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നോ അതേപോലെ അതേ റിലേഷൻഷിപ്പ് വീണ്ടും തിരികെ വരണം, കിട്ടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സംഭവിക്കട്ടെ. തീർച്ചയായും ഒരുപക്ഷെ നിങ്ങളുടെ ഈഗോ, നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ തീർക്കാൻ ഒരുപക്ഷെ കഴിയുന്നതാണെങ്കിൽ അതിനെ തീർത്ത് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ സാഹചര്യത്തിൽ തന്നെ കിടക്കുകയാണ്. എന്താ പറയുക, അത് വല്ലാത്തൊരു നഷ്ടമായി ദുഃഖിച്ചിരിക്കുകയാണ് അവർ.
സ്വയം സഹതപിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കാം, അവർക്ക് ആ സമയത്ത് കറക്റ്റായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് വിശ്വസിക്കുക. എന്തിനൊരു കാരണം ഉണ്ടാവും. നിങ്ങൾ കണ്ടുമുട്ടിയതിനും ഇതുപോലെ തന്നെ ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നതിനും ഇനി സംഭവിക്കാനുള്ളതിനും എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. തീർച്ചയായും ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ, നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒഴിവാക്കുമോ പരസ്പരം, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒഴിവാക്കുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കുമോ, മറ്റേ വ്യക്തി മാറിപ്പോയോ, മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയോ എന്നൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. നഷ്ടപ്പെട്ടുവോ അവൻ അല്ലെങ്കിൽ അവൾ, എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാകാം. ഒരു നഷ്ടഭയമൊക്കെ ഉള്ളതായിട്ട് കാണാം. തീർത്തും ആ വ്യക്തി എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിൽ ഒരു സമനില നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. ക്രമരഹിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അമിതമായിട്ടുള്ള ഭാരങ്ങൾ, അത് ചിലപ്പോൾ ഫാമിലി ആവാം, പണത്തിൻ്റെ ആവാം, അത്തരം ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മേ ബി അവരിപ്പോൾ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കേണ്ടി വന്നത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ കാണേണ്ടി വരുന്നത് എന്ന് വിശ്വസിക്കാം. ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം ഇമോഷനിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെയാണ്. അതിൽ മറ്റ് സംശയങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ അല്പം കൂടി നിങ്ങൾ സമയം കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. എന്തിനും കറക്റ്റായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഒത്തുചേരാൻ പറ്റട്ടെ. അത്തരത്തിൽ ഒത്തുചേരാൻ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഒരു വഴി തുറന്നു തരും എന്ന് വിശ്വസിച്ചിട്ട് പോസിറ്റീവായിട്ട് പോവാം. പിന്നെ ചില റിലേഷൻഷിപ്പിൽ അത് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ഇതല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത ലൈഫിലോട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരുള്ളൂ. ഈ വ്യക്തിയെ സ്വന്തമാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് പോവുക, നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്ത് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. അതിനു വേണ്ടിയാണ് ഇത്തരം സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അത്തരത്തിൽ പോകുമ്പോഴാണ് നമുക്കും പോസിറ്റീവായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ആ സാഹചര്യത്തിൽ തന്നെ ഇരുന്ന് ഈ വ്യക്തി കാരണം എങ്ങനെയുണ്ടായി, ആ വ്യക്തി തിരിച്ചു വരും, നിങ്ങൾ കുറേ കരഞ്ഞു, കുറേ സമയം അവർക്ക് വേണ്ടി അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇതൊക്കെ നോക്കി നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല. വെറുതെ സമയം പോവാണ്. ചില വ്യക്തികൾക്ക് നിങ്ങളൊരു ടൈം പാസ് ആയിരിക്കും, അവർ അതിനുള്ള പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുള്ളൂ. അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മളവിടെ സ്റ്റക്കായി കാര്യമില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ഓവർ കാർഡ് ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ആവാം, നമുക്ക് കുറച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു മെസ്സേജ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മെസ്സേജ്, പ്രണയിക്കാനല്ല അവരെ മറക്കാനാ പാട് എന്നവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്നുണ്ടാകാം. ഇനി വരില്ലെന്ന് പറഞ്ഞകന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്നും ഉതിർന്ന കണ്ണുനീരിൻ്റെ പേരാണ് പ്രണയം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം പറഞ്ഞു പിരിഞ്ഞതായിരിക്കാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ. ഇതിൽ വീഡിയോസ് എടുക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് സിംഗിൾസ്. അങ്ങനെയൊന്നുമില്ല. എല്ലാ റിലേഷൻഷിപ്പും എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാകും. അത്തരത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടിയുള്ളതാണ്. അതിൽ വിവാഹിതരുണ്ടാകാം, എന്താ പറയുക, ഡിവോഴ്സ് ഉണ്ടാകാം, പഠിക്കുന്നവരുണ്ടാകാം, ആരും ഉണ്ടാവാം. എല്ലാ പ്രണയവും, പ്രായമായവരുണ്ടാവാം. എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ലവ്, അതിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കൂടുതലും. കരിയറൊക്കെ ആൾക്കാർ ചെയ്യാൻ പറയാറുണ്ട്. അത്തരത്തിലില്ല, വല്ലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടെന്നല്ലാതില്ല. അപ്പം ഇനി അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോസ് എല്ലാം ലവ്, റിലേഷൻഷിപ്പ്, ഇത് മാത്രമാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജ്, അറിഞ്ഞു ചെയ്യുന്നതെല്ലാം പരാജയത്തെ ഒഴിവാക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം കപടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞു. ഇനിയും നിങ്ങൾ അതിലേക്ക് എനിക്ക് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവളെ മറക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ അതിലോട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഈ ബന്ധം നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. ആഗ്രഹിച്ചതൊന്നും സ്വന്തമാകില്ലെന്ന്
തിരിച്ചറിഞ്ഞത് നിന്നിലൂടെയാണ്. ഒരുപക്ഷെ അനുഭവം ആവാം. നിങ്ങളുടെ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാം. ഞാൻ നിന്റെ ആരുമല്ലായിരുന്നു. ഒരുപക്ഷെ അതൊരു തിരിച്ചറിവാവാം. നിങ്ങൾക്കാകാം, അല്ലെങ്കിൽ അവർക്കാകാം. വിധിയെ എന്തിനു പഴിക്കുന്നു? നമ്മൾ വിചാരിച്ചാലല്ലേ നമുക്ക് ഒന്നിക്കാൻ കഴിയും. തീർച്ചയായും നിങ്ങൾക്ക് അത്തരം ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് പ്രയത്നിച്ചിട്ടുണ്ടാകണം. അല്ലാതെ അത് എന്നിലേക്ക് ഒരിക്കലും വന്നോളും എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും വരില്ല. കുറച്ച് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ വിധിയാണ് എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ശപിച്ചും സ്വന്തമായി സഹതപിച്ചും ഈ പറഞ്ഞ അവസ്ഥ പോലെ ഇരിക്കുന്നുണ്ടാകാം. അവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാം, പക്ഷെ ഫൈനലായിട്ടുള്ള തീരുമാനം നിങ്ങളുടെ ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ പിന്നീട് ഈ നമ്മൾ ഉപദേശിച്ചവരെല്ലാം പോവും, അവരവരുടെ കാര്യങ്ങളാകുമ്പോൾ പോവും. പിന്നീടായിരിക്കും നമുക്കൊരു നഷ്ടബോധം വരുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ഒരു നഷ്ടഭയം. അന്ന് ഞാനതങ്ങനെ പറയാമായിരുന്നു, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വേണ്ടാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക, അത് പൊക്കോട്ടെ, അത് വേണ്ട. നമ്മളിലേക്ക് വരാനുള്ളതാണെങ്കിൽ, ഏതൊരു റിലേഷൻഷിപ്പും നമ്മളിലേക്ക് വരാനുള്ളതാണെങ്കിൽ വരും. ഈ റിലേഷൻഷിപ്പ് ഒന്നും നിങ്ങൾ വിചാരിച്ചിട്ട് വന്നതല്ല. ഇത്രാം തീയതി ഇത്ര സമയത്ത് നിങ്ങളിലേക്ക് വരുമെന്ന് നിങ്ങൾക്കറിയില്ല. സംഭവിച്ചതാണ്. ഇതും സംഭവിക്കുന്നതാണ്, ഇനിയും സംഭവിക്കാനുള്ളതാണ്. അതിലൊന്നിലും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ വ്യക്തിയും നിങ്ങളായിട്ടുള്ള കുറച്ച് ക്ലൂ, നമ്മളിത് പണ്ട് ചെയ്യാറുണ്ട്, കുറച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു 8 ക്ലൂ എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. നാളെ എന്ന് കിട്ടുന്നുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ മേ ബി ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നോ കോണ്ടാക്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മേ ബി അവരൊരു മെസ്സേജോ മെയിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എന്തെങ്കിലും ഒരു സാധ്യത തുറന്നു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാം. ടിൻ ഫ്ലെയിം എന്ന് കിട്ടിയിട്ടുണ്ട്. ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ മേ ബി എല്ലാവരും എന്നല്ല, കാണുന്ന കുറച്ച് പേരൊക്കെ മേ ബി ടിൻ ഫ്ലെയിം ആയിരിക്കാം. ശബ്ദം എന്ന് കിട്ടുന്നുണ്ട്. മേ ബി ഈ വ്യക്തിയുടെ ശബ്ദം വളരെ മനോഹരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദമായിരിക്കാം. അതുപോലെ തന്നെ 11:11 PM എന്നൊരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. നല്ല ടൈമാണ്. മേ ബി അവരുടെ മെസ്സേജോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ അവർ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. 28 എന്ന് കിട്ടുന്നുണ്ട്. മേ ബി അത് അവരുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയായിരിക്കാം. അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ. റൈറ്റർ എന്ന് കിട്ടുന്നുണ്ട്. മേ ബി ഇവനോ ഇവളോ ഒരു റൈറ്റർ ആയിരിക്കാം. ചിലപ്പോൾ മേ ബി ഒരു റൈറ്റിംഗ് പ്ലാറ്റ്ഫോമിലായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടത്. ചിലപ്പോൾ നിങ്ങൾ അത്തരം ഒരു ജോബ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരങ്ങനെ അത്തരം ഒരു ജോബിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ന്യൂ സ്റ്റാർട്ട് എന്ന് കിട്ടുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. മേ ബി അപ്പോൾ അത്തരത്തിലായിരിക്കാം. എന്തായാലും പോസിറ്റീവായിട്ട് ചിന്തിക്കാം. കറക്റ്റായിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമായിരിക്കണേ സംഭവിക്കണേ എന്ന് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പൈല് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആണെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാതെ അതിനെ ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യാൻ ഒരിക്കലും നോക്കരുത്. നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ. ഈ ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ഫാമിലി, ഏജ് ഡിഫറൻസ്, കാസ്റ്റ്, സമൂഹത്തിൽ ഉയർന്ന താഴ്ന്നതായിട്ടുള്ള നിലവാരങ്ങൾ, തേർഡ് പാർട്ടി സാഹചര്യമാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഏതൊരു സാഹചര്യം ആവാം. അപ്പോൾ ഇതീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആവാം, അല്ലെങ്കിൽ അവരുടെ ആവാം. ഈ ബന്ധത്തിൽ ഒരു സത്യസന്ധത ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ഉത്തരവാദിത്വം ഇല്ല. തികച്ചും അന്യായമായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം അത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നുമല്ല, ചിലപ്പോൾ ഭാര്യയും കുട്ടികളും എല്ലാം ഉണ്ടാകാം. നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന ഫാമിലി ആയിരിക്കാം. ആ കുടുംബത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും നമ്മൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന അവസ്ഥയുള്ള ആൾക്കാർ കുറച്ച് പേര് മേ ബി
ഇത് കാണുന്നുണ്ടാകാം. പ്രശ്നങ്ങളുള്ളവർ പോകുന്നതിനല്ല പറയുന്നത്, ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്ന കുറച്ച് പേരെങ്കിലും ഇത് കാണുന്നുണ്ടാകാം, എല്ലാവരും അല്ല. തീർച്ചയായും ഇതിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഉള്ള പോലെ ഒരു ഫീൽ ഉണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഈ വ്യക്തിക്ക്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമാക്കാനാവാം, പണത്തിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ബന്ധം കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൈല് തിരഞ്ഞെടുത്തവർക്ക് എല്ലാവർക്കും ഒന്നുമല്ല. ഇത് നിങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഒന്നിനെ ഫോഴ്സ് ചെയ്യണ്ട. നിങ്ങളുടെ റീഡിംഗ് അല്ല, നിങ്ങളുടെ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണെന്ന് കറക്റ്റ് അറിയാൻ സാധിക്കുകയുള്ളൂ. കുറേ പേരൊക്കെ ഈ ബന്ധത്തിന് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്നെ സമീപിച്ചത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെ ഉപേക്ഷിച്ചതായിട്ട് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഈ വ്യക്തിയിൽ വിശ്വാസം ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പെട്ടെന്നായിരിക്കാം ഈ വ്യക്തിയുടെ തനി സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത്. അത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടാകാം. ഒരു ലക്ഷ്യത്തിൻ്റെ അഭാവമാണ്. നിങ്ങളെ വഴി തിരിച്ചു വിടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ വഴി തിരിച്ചു വിടാൻ മറ്റൊരു തേർഡ് പാർട്ടി ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തീരെ സത്യസന്ധത ഉണ്ടാകില്ല. ഒരുപാട് ആശയക്കുഴപ്പങ്ങളിൽ കൊണ്ട് ചാടിക്കാനുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഈ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഈ ബന്ധത്തിൽ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യസന്ധത ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. എന്തിനാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒട്ടും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അത്തരം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ആ വ്യക്തി മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ പണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അത്തരം ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ പിന്നീട് നിങ്ങൾക്ക് ദോഷകരമായിട്ട് വരാനാണ് കൂടുതലും സാധ്യത. അപ്പം അത്തരം സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ആദ്യം വേണ്ടത്. മേ ബി അത് ആ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടതോ കണ്ടതോ നമ്മുടെ ഒരു മേ ബി പാസ്റ്റ് ലൈഫ് ആയിരിക്കാം, കർമ്മയായിരിക്കാം. അത്തരം ഒരു സാഹചര്യത്തിനെ അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരാം. അതിന് വേണ്ടിയിട്ടായിരിക്കാം അത് സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം. അത് നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാകാം. ഇതിൽ കുറച്ച് പേരൊക്കെ നല്ല വ്യക്തികളായിരിക്കാം. എല്ലാവരും ഇതേപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ല വ്യക്തികളായിരിക്കാം, പക്ഷെ അതിൽ സത്യസന്ധത ഇല്ല. ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ടൈമിൽ ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അത് തന്നെയാണ് നമുക്കിതിൽ കാണുന്നത്. ഇനി ഇതാണ് എൻ്റെ നോർമലായിട്ടുള്ള ഒരു റീഡിങ്. നെഗറ്റീവ് ആണെല്ലാം, ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇതാണ് നോർമലായിട്ടൊരു കാര്യം. ഇത് വിട്ട് പറയാനൊന്നുമില്ല. കാരണം സത്യസന്ധത ഇല്ലാത്തൊരു ബന്ധത്തിനെ പറ്റി പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാവർക്കും റെസനേറ്റ് ആകും എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് പേർക്ക് റെസനേറ്റ് ആകുന്നുണ്ടാകാം, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ആ ഒരു സിറ്റുവേഷനായിട്ട് യോജിക്കുന്നുണ്ടാവില്ല. വീഡിയോ ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. നമ്മൾ നെഗറ്റീവ് വെറുതെ വലിച്ച് നമ്മുടെ മൈൻഡിലോട്ട് കയറ്റണ്ട. കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എങ്കിലും നിങ്ങളത് കാണുന്നത് വഴി പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് ഇത് മനസ്സിൽ കിടന്ന് കിടക്കും. അപ്പോൾ അറിയാതെ നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ചിലരും നമ്മൾ നെഗറ്റീവ് ആവും. നന്നായിട്ടിരിക്കുന്ന ബന്ധത്തിനെ വരെ നമുക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിൽ കളയാതിരിക്കുക. ഓക്കെ, ഇതിൽ ഇനി ഈ വ്യക്തി, ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് എന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരുപക്ഷെ അവർ പറയുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാവാം. എന്നോട് വെറുപ്പാണോ എന്ന് അവരോ നിങ്ങളോ പരസ്പരം ചോദിക്കുന്നുണ്ടാകാം. ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നുണ്ടാകാം. ചങ്കിൽ കൊണ്ട് നടന്നിട്ടും ചങ്ക് കീറി മുറിക്കുന്ന ചിലരുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പണസംബന്ധമായിട്ടോ അല്ലാതെയോ നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിട്ടും നിങ്ങളെ ആ വ്യക്തി വിട്ടു പോയിട്ടുണ്ടാകാം, നിങ്ങളുടെ സ്നേഹത്തിന് ഒട്ടും പരിഗണന നൽകാതെ. അത്തരൊരു സാഹചര്യമായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇപ്പോഴും ആ വ്യക്തി തിരിച്ചു വരുമെന്ന് നിങ്ങൾക്കൊരു പക്ഷേ പ്രതീക്ഷയുണ്ടാകാം. അടുത്ത മെസ്സേജ്, നമ്മൾ ഒന്നിക്കുന്ന ആ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ്. മേ ബി ആയിരിക്കാം നിങ്ങളിപ്പോഴും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ ഓർമ്മകളിൽ തന്നെ ഇപ്പോഴും സമയം ചിലവഴിക്കുകയായിരിക്കാം. ഞാൻ പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ സമയം കളയാതിരിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് ആ സമയമാകുമ്പോൾ വരും. ഓക്കെ, അടുത്ത ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ചില ചിന്തകൾക്ക് നാം നൽകുന്ന പേരാണ് പ്രതീക്ഷ. നമ്മൾ എന്തിനാ പ്രതീക്ഷിക്കുന്നത്? ആ പ്രതീക്ഷ നടന്നില്ലെങ്കിൽ നമുക്ക് വരുന്നത് ദുഃഖമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട.
കാരണം ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല, എല്ലാം സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഇന്നയാളുടെ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് ജനിക്കണം എന്ന് തുടങ്ങി നിങ്ങളുടെ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതല്ല. ആഗ്രഹിച്ചത് കുറച്ചൊക്കെ ഉണ്ടാവാം, ബാക്കിയെല്ലാം താനേ സംഭവിച്ചതാണ്. നാളെ എങ്ങനെ നമ്മൾ ഇങ്ങനെ ആവണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും നമുക്ക് നേടിയെടുത്തൂടെ? നാളെ എങ്ങനെ ആവണം എന്ന് പറഞ്ഞ് അതല്ല, നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും. ഈ എല്ലാ സാഹചര്യത്തിനെയും നമ്മൾ കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആ ലൈഫിൻ്റെ കറക്റ്റായിട്ടുള്ള പർപ്പസിലേക്ക്, ഒരു ഗോളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതിനെല്ലാത്തിനും നമ്മൾ തരണം ചെയ്ത് പോകാനുള്ളതാണ്. എന്നാലാണ് നമുക്ക് മുന്നോട്ട് കറക്റ്റായിട്ട്, അപ്പോഴാണ് നമ്മുടെ ആ പാത്ത് കറക്റ്റ് ആവുള്ളൂ എന്ന് വിശ്വസിക്കുക. നമ്മൾ എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവരും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. പ്രണയം പലരിലും ജനിക്കും, പക്ഷേ ചിലരിൽ മാത്രം ജീവിക്കും. പ്രണയം അങ്ങനെയാണ്. തോന്നുന്നൊരു കൗതുകമായിരിക്കാം വളരെയധികം പേർക്ക്. യഥാർത്ഥ പ്രണയങ്ങൾ വളരെയധികം കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം വളരെ കുറവാണ്. എനിക്ക് വരുന്ന റീഡിങ്ങിലാണെങ്കിലും എന്തിനാണെങ്കിലും ഇത് തന്നെയാണ് കാലഘട്ടം. ഈ ഫോണൊക്കെ വന്നതിന് ശേഷം യഥാർത്ഥ പ്രണയത്തിനൊരു ഇതില്ല, വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുക. ഇനി നമുക്ക് അവർക്ക് എന്താണ് കുറച്ച് നമ്മൾ പണ്ടെടുക്കാറുള്ള പോലെ തന്നെ കുറച്ച് ക്ലൂ അവർക്കോ നിങ്ങൾക്കോ പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ചുരുണ്ട മുടി അങ്ങനെ പോലത്തെ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. സോഷ്യൽ മീഡിയ എന്ന് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങളും അവർ തമ്മിൽ പരിചയപ്പെട്ടത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിരിക്കാം ഏതെങ്കിലും. ഏജ് എന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളോ അവരോ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം. ഓക്കെ. ലോങ് ഡിസ്റ്റൻസ്, മേ ബി നിങ്ങളും അവരും തമ്മിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പരിചയപ്പെട്ടതായിരിക്കാം. നല്ല ഡിസ്റ്റൻസ് ആയിരിക്കാം, നല്ല ദൂരം ഉണ്ടാകും, നിങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടാകില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. 4 വീക്സ് എന്ന് കിട്ടുന്നുണ്ട്. മേ ബി 4 വീക്സിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എടുക്കാൻ സാധിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും സംതിങ് നിങ്ങളിലേക്ക് വരുന്നതാകാം. ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാകാം. അല്ലെങ്കിൽ 4 വീക്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും സംതിങ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനും സാധ്യതയുണ്ട്. 18 എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് അവരുടെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏജ് ആയിരിക്കാം, നിങ്ങളുടെ ഏജ് ആയിരിക്കാം. സ്കിൻ ടോൺ എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അവരുടെയും തമ്മിൽ സ്കിന്ന് ഡിഫറെൻ്റ് കളറായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കറുപ്പും വെളുപ്പും, അതുപോലെ കറുപ്പും ബ്രൗണും അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ന്യൂ പേഴ്സൺ എന്ന് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒരു പുതിയ വ്യക്തിയായിട്ട് ഇതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരിലേക്ക് പുതിയൊരു വ്യക്തി വന്നിട്ടുള്ളതായിരിക്കാം. എസ് എന്ന് കിട്ടുന്നുണ്ട്. എസ് മേ ബി നിങ്ങളുടെ അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ രണ്ടാമത്തെ ചിത്രം പൈല് തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആയി എന്ന് എനിക്ക്, നിങ്ങളുടെ റീഡിംഗ് അല്ല, നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്, നിങ്ങളുടെ കറക്റ്റ് എനർജി പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും റെസനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പൈലുകളും വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ കാണാം. ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മൂന്നാമത്തെ പൈല് തിരഞ്ഞെടുത്തവർക്ക് എന്താണ്, ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമ്മൾ ഇതിനു മുമ്പുള്ള 2 പൈലിലും പറഞ്ഞ പോലെ തന്നെ ഒരു നോ കോണ്ടാക്റ്റ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് മേ ബി വ്യക്തികളാകാം, പിന്നെ ജാതി, ഏജ് ഡിഫറൻസ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച താഴ്ച നിലവാരങ്ങൾ, ഈഗോ ഇഷ്യൂ, ഫാമിലി, അങ്ങനെ എന്ത് ഇഷ്യൂസ് വേണമെങ്കിലും ആവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇത്തരം ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. തീർച്ചയായും ഈ സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ അവരോ വല്ലാത്തൊരു ഏകാന്തതയിലാണ്, ഒരു ഒറ്റപ്പെടൽ. ഇതിൻ്റെ കാര്യം തന്നെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ചിന്തിച്ച് അവർ സ്റ്റക്കാണ്. നിങ്ങൾ അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയിലാണ് ഈ സമയം ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് മറ്റാരെങ്കിലും ആശ്രയിക്കേണ്ടതായിട്ട് വന്നേക്കാം. ചിലപ്പോൾ ഫാമിലി ഇല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് മറ്റ് സപ്പോർട്ടുകൾ ഉണ്ടാവില്ല നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ. അവർ തന്നെ ഈ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കി എന്നൊരു തോന്നൽ അവരിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളിലുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഇഷ്യൂ ഉണ്ടാകാം.
പരസ്പരം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടാകില്ല, ഫോൺ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്ര ഒരു വീട്ടു തടങ്കലായിരിക്കാം. അങ്ങനെ ഏതൊരവസ്ഥ വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ അവർക്ക് മറ്റ് വിവാഹേതര ബന്ധങ്ങളിലുള്ളവരായിരിക്കാം കാണുന്നത്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരാവാം, അവർക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല ആഗ്രഹിച്ച വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാൻ. അവരുടെ ഭർത്താവോ ഭാര്യയോ ചിലപ്പോൾ അവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നുണ്ടാകില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ ആയിരിക്കാം നിങ്ങളിരിക്കുന്നത്. തീർച്ചയായും കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു വ്യക്തിയായിട്ട് എന്താ പറയുക, മേ ബി ഒരു റിലേഷനോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അവരുടെ തീരുമാനങ്ങളെയും കൂടി ആശ്രയിച്ചിട്ടായിരിക്കാം നിങ്ങളിലേക്ക് അദ്ദേഹം വരണോ അല്ലെങ്കിൽ അവൾ വരണോ എന്നൊക്കെ അവർ തീരുമാനം എടുക്കുന്നത്. ഒരു എന്താ പറയുക, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവർ സേഫായിട്ട് കളിക്കുന്ന പോലെയാണ്. നിങ്ങൾക്കും അറിയില്ല, മറ്റേ വ്യക്തിക്കും അറിയില്ല എന്ന് പറയുന്ന പോലെ. ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വരുമോ, ഈ റിലേഷൻഷിപ്പ് ഇതേപോലെ തന്നെ തുടർന്ന് പോകാൻ പറ്റുമോ എന്നൊക്കെ അവർ മേ ബി സംശയിക്കുന്നുണ്ടാകാം. ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്ക് ഒരു 50-50 പറയാനുള്ളൂ. കുറച്ച് പേര് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണെന്ന് പറയാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, വ്യത്യസ്ത മതങ്ങളൊക്കെ ആയിരിക്കാം. അത്തരം നിങ്ങളൊരു ഒന്നിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിൽ കൂടെ നിന്ന് ചതിക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പേർക്ക് നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അല്ലെങ്കിൽ ദുഷ്ടവ്യക്തികൾ നിങ്ങളിലേക്ക് പുതിയ സമീപനങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അത്ര കറക്റ്റായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 50-50 ആണെന്ന്. നിങ്ങൾ റെസനേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളായിട്ട് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. നിങ്ങളുടെ റീഡിംഗ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ എനർജി അറിയാൻ പറ്റുള്ളൂ എന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. അല്ലാതെ ഇത്തരം വീഡിയോസിൽ ഭയങ്കര അമിതമായിട്ട് നിന്ന് ഇന്ന് വരും നാളെ വരും, എൻ്റെ വീഡിയോ ഒന്നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും ഒരുപാട് സമയം കളയാതിരിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് സമയനഷ്ടം മാത്രമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ചെക്ക് ചെയ്തതിന് ശേഷം പോവാം. എനർജി ചെക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്കൊരു റീഡിങ്ങോ കാര്യങ്ങളോ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ വിശ്വാസമുള്ളവർ ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ ടാരറ്റ് പറയുന്നത് സാധ്യതകളെയാണ്. അപ്പം നമ്മൾ മുൻകൂട്ടി ഒരു തീരുമാനം എടുക്കുക, നമ്മളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ടാരറ്റ്. അപ്പം നമ്മുടെ സാഹചര്യങ്ങളായിട്ട് ചേരുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുക. ഈ ടാരറ്റ് എന്ന് പറയുന്നത് എല്ലാവരും കാണുന്ന ഒരു ഇതല്ല. വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ടാരറ്റ് കാണുന്നത്. എങ്ങനെയാണ് ആ ടാരറ്റിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് വരെ നമുക്കറിയില്ല. അതങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വീഡിയോയിൽ കൂടെ കുറച്ചെന്തെങ്കിലും അറിയാനുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതുവരെ വന്ന പാറ്റേണിനെ നമുക്കൊന്ന് മാറ്റാനുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത്, നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്നൊക്കെ വിശ്വസിക്കുക. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വ്യക്തികൾ ഒരു ബാഡായിട്ടുള്ളൊരു എന്താ പറയുക, ബാഡ് പ്ലാനിങ്, അവർ സേഫായിട്ട് അവിടെ ഇവിടെ നിൽക്കുന്ന പോലെ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് അതേപോലെ, അല്ലെങ്കിൽ രണ്ട് ബന്ധങ്ങൾ ഒരുമിച്ച് ഒരേ സമയം കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പ് ഹാഫ് ആൻഡ് ഹാഫ് ആണ് എന്ന് പറയാം. ബാക്കി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയാണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, നോക്കാം സാഹചര്യങ്ങളായിട്ട്. അപ്പോൾ ഇതും ഒരു ഹാഫ് ആൻഡ് ഹാഫ് ആണ്. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വ്യക്തിയിൽ, ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് കുറച്ചൊരു 6 മെസ്സേജ് എടുത്തിട്ട് നോക്കാം. നിങ്ങളുടെ ബന്ധങ്ങളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന വാചകങ്ങൾ റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് അത്തരത്തിൽ ജസ്റ്റ് ഇതായിട്ട് കാണാം. ആരോടും അടുക്കാൻ ഇപ്പോൾ പേടിയാ എന്ന് അവരോ നിങ്ങളോ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം. കാരണം ഇതിൽ നല്ലൊരു തേപ്പ് കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചിട്ടായിരിക്കാം വ്യക്തി പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ചൂഷണം ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ കടന്നു പോയിട്ടുള്ളത്. എൻ്റെ നിശബ്ദതയെ പോലും തിരിച്ചറിയുന്ന ചിലരുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നവർ പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടാകാം. നമുക്ക് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം, ബൈ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയ ആൾക്കാരും ഈ വീഡിയോ കാണാനുള്ള സാധ്യതയുണ്ട്. പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം നിൻമിഴികളോർക്കവേ. കുറേ പേരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാകാം. ആ ഓർമ്മകളിൽ അവരുടെ ഫോട്ടോസ്, വാട്സപ്പ്, ഇത്തരം കാര്യങ്ങളിൽ, അതേ ഓർമ്മകളിൽ ആ വ്യക്തി നിങ്ങളെ എവിടെ വെച്ച് പോയോ അവിടെ തന്നെ ഇരുന്ന് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവളെ തന്നെ ഓർമ്മിച്ച് ശിഷ്ടകാലം മുന്നോട്ട് തള്ളി നീക്കുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറേണ്ട ഒരു സമയമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അതിൽ നിന്ന് മാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ അവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം
നിങ്ങളവിടെ ഇരിക്കുന്നു എന്നൊരു കാര്യം ആ വ്യക്തി അറിയുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. നിങ്ങളെ ആവശ്യമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ സമയം കളയാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ഈ സഹതപിച്ച് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇന്നലകളുടെ ഓർമ്മയ്ക്ക് ഒരു ആയുസിൻ്റെ വേദനയുണ്ട്. പക്ഷെ നമ്മൾ അത്തരം വേദനകളെ അവഗണിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഞാനവിടെ വേദനിച്ചിരുന്നുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല, നിങ്ങൾ മാത്രമേ വേദനിക്കുന്നുള്ളൂ എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്ക് വരേണ്ടത്. കുറച്ച് പേരൊക്കെ മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഞാനീ പറഞ്ഞു നോ കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർക്കൊരു തീരുമാനം എടുക്കാനായിരിക്കാം, അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ആ സമയത്ത് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. അല്പം കൂടി സമയം അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അല്പം കൂടി സമയം അവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ആ വ്യക്തിനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടി അല്പം കൂടി സമയം കൊടുക്കുക. അതൊരു ഫ്രോഡായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെറുതെ സമയം കളയാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് നോക്കുമ്പോൾ അറിയാം ഇത് നല്ലതോ ചീത്തയോ, മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ, എന്താ അതിൻ്റെ അവസ്ഥ, നെക്സ്റ്റ് വരാം, ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സമയത്ത് നിങ്ങൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളവിടെ കരഞ്ഞിരുന്നിട്ടൊരു കാര്യമില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയെയും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം. കുറച്ച് ക്ലൂസ് നമ്മൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ എടുക്കാറുണ്ട്. ആ ക്ലൂ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മിസ്ഡ് കോൾ എന്ന് കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തിയോ നിങ്ങളോ ആ വ്യക്തിയുടെ ഒരു മിസ്ഡ് കോൾ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. മേ ബി അത്തരൊരു സാഹചര്യത്തിന് നോക്കാം. വീഡിയോ കോൾ ആകാം, അല്ലെങ്കിൽ വാട്സപ്പ് ആവാം, എന്താണെങ്കിലും അത്തരത്തിലുള്ളൊരു അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം. മേ ബി ചിലപ്പോൾ അതൊരു മെസ്സേജും ആവാം കേട്ടോ. മിസ്ഡ് കോൾ എന്ന് പറഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കൂട്ടിയാൽ മതി. ഡ്രോയിങ് എന്നുള്ളത് നിങ്ങളോ അവരോ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു ആർട്ടിസ്റ്റ് ലെവലിലൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. മേ ബി ദേഷ്യം കൂടുതൽ എന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളോ അവരോ ക്ഷിപ്രകോപി ആയിരിക്കാം. മേ ബി ഭയങ്കരമായിട്ട് ദേഷ്യം കൂടുതലുള്ള വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് കൂട്ടാകും. ഇതേപോലെ തന്നെ ദേഷ്യം വന്ന് പെട്ടെന്ന് അപ്പം തന്നെ ആ ദേഷ്യത്തിന് തീരെയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ടോം ആൻഡ് ജെറിയിലെ പോലെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ തല്ലും വീക്കും അടിച്ചു പൊളിക്കും ഇതെല്ലാം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ പ്രശ്നത്തിന് സോൾവ് ആക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു 15 മിനിറ്റ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ രണ്ടാളും വന്ന് കെട്ടിപ്പിടിച്ചിട്ട് വീണ്ടും സെറ്റാകുന്ന അങ്ങനത്തെ ഒരു ബന്ധമായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി മാത്രമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കാം. ഓക്കെ. കട്ടത്താടി എന്ന് കിട്ടുന്നുണ്ട്. നല്ല കട്ടിയുള്ള വ്യക്തിയായിരിക്കാം മേ ബി നിങ്ങളുടെ വ്യക്തി. ഡിസംബർ എന്ന് കിട്ടുന്നുണ്ട്. ഡിസംബർ മേ ബി നിങ്ങളുടെ ഒരു ജന്മദിനമാവാം, അല്ലെങ്കിൽ ജനിച്ച മാസമാവാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളൊരു സാധ്യതയാവാം. അത്തരൊരു സാധ്യത വരാം. മിസ്ഡ് കോൾ എന്ന് കാണുന്നുണ്ട്. മദർ ഇഷ്യൂ മേ ബി അമ്മയായിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്, ഒരു തേർഡ് പാർട്ടി പോലെ വന്നിട്ടുള്ളത്. സെൻസിറ്റീവ് ഈ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തല്ലും കൂടി ഭയങ്കര സെൻസിറ്റീവായി പോസസീവൊക്കെ ഉള്ള അത്തരത്തിലുള്ളൊരു ബന്ധമായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ്ങും മെസ്സേജും ക്ലൂ ഒക്കെ കിട്ടിയത്. ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് എത്രത്തോളം റെസനേറ്റ് ആകും എന്നെനിക്കറിയില്ല. ഒന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക, കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല. ഓക്കെ. പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി അറിയുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇന്ന് ഡിസംബർ 21 മുതൽ ഡിസംബർ 31 വരെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഓഫറായിട്ട് ടാരറ്റിൻ്റെ റീഡിങ്സിൽ നമുക്കൊരു ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഒരു ഇത്ര മണിക്കൂറിനുള്ള ഫസ്റ്റ് വിളിക്കുന്ന പറഞ്ഞാൽ റീഡിങ് വരുന്നതിനനുസരിച്ച് ആദ്യം എന്നെ വിളിച്ച് ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് ഞാൻ വെറും 555 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് വിഷയത്തിലും എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ആദ്യം വിളിക്കുന്ന 5 പേർക്ക് മാത്രം, വിളിച്ചാൽ മാത്രം പോരാ, പണം അടച്ച് ബുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഓഫർ കിട്ടൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം വരുന്ന 5 പേർക്ക് നമുക്ക് അത്തരത്തിലുള്ളൊരു ഓഫർ ഉണ്ടാവും. ഏത് വിഷയത്തിൽ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ റീഡിങ്ങിന് വരുമ്പോൾ പറയുന്നു, ഞാൻ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. സന്തോഷിപ്പിക്കാനല്ല, നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങളൊരു ടൈമൊക്കെ കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമാണ് നമ്മളൊരു കറക്റ്റായ ടൈമിലെത്തിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റ് ടൈംലെസ് വീഡിയോസ് ഉണ്ട്, താല്പര്യമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കാണാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷനി.